അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം സെക്കൻഡ് ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് 3 ഇക്വേഷൻസും അതിൻ്റെ ഡെറിവേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഡെറിവേഷൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടേംസ് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ വെലോസിറ്റി, ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ, അങ്ങനെയുള്ള കുറച്ച് ടേംസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എന്നാലേ ആ ഡെറിവേഷൻസ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും അതിനുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾക്ക് ഈ ഒരു ഇനീഷ്യൽ പോയിൻ്റ് ഇവിടെ നിന്നും ഈ ഫൈനൽ പോയിന്റിലോട്ട് വരണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനീഷ്യൽ ആൾക്ക് എങ്ങനെ വേണമെങ്കിൽ വരും, ഇങ്ങനെ വളഞ്ഞ് ചുറ്റി ഇങ്ങനെ ഒക്കെ വരാം. അപ്പോൾ ഇങ്ങനെ ഇത്രയും ദൂരം എടുത്ത് ഇവിടെ വന്ന് ഇവിടെ എത്തി. അപ്പോൾ ഇതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ പാത്ത് ട്രാവൽ ബൈ എ പേഴ്സൺ, അതിനാണ് ലെങ്ത്, ആ ഒരു അളവില്ലേ ഇവിടെ നിന്ന് ഇതുവരെ വന്നിട്ടുള്ള ഈ ഒരു ലെങ്ത്ത്, ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഇല്ല. നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻസ് ഇല്ല, അതൊരു ഡയറക്ഷൻസ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഈ ഫൈനൽ പോയിന്റിലേക്കുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് കണ്ടില്ലേ, കറക്റ്റ് ഡയറക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷനിലോട്ട് ആ ഒരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ടായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇനീഷ്യൽ അതുപോലെ ഫൈനൽ പോയിന്റിലെ അത് തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് വെലോസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മലയാളം എന്ന് പറയുന്നത് സ്ഥാനാന്തരം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരമാണ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി വെലോസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലാന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ഇത്ര സമയം കൊണ്ട് എത്ര ദൂരം അത് സഞ്ചരിച്ചു, എത്ര ദൂരം കവർ ചെയ്തു, എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു, ആ ഒരു എത്ര ദൂരം സഞ്ചരിച്ചു, അതിനാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇത്ര സമയം കൊണ്ട്, അവിടെ സമയം നമ്മൾ നോക്കണം. ഓക്കെ, ഇത്ര സമയം കൊണ്ട് എത്ര ദൂരം പോയി, അതാണ് ആ റേറ്റ് ഓഫ് ആ ദൂരത്തിലെ ചേഞ്ച്, അതാണ് ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ V = S/T, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ്, നമ്മൾ നേരത്തെ വെലോസിറ്റിയിൽ പറഞ്ഞത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ആക്സിലറേഷനിലോട്ട് വരുന്ന സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. നമ്മളിവിടെ ടൈം നോക്കാം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്ന സമയത്ത്, അതായത് ഒരു ഇത്ര ടൈമിൽ ആ ഒരു എന്താണ് എത്ര വെലോസിറ്റി അവിടെ ചേഞ്ച് ആയി, എത്ര ഇതിലാണ് അത് കവർ ചെയ്ത് പോകുന്നത് എന്നാണ് നോക്കേണ്ടത്. അത് ഞാൻ 2 എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാർ എടുക്കാം. ഇപ്പോൾ ഒരു കാർ എ എന്ന് പറയുന്നത് 5 സെക്കൻഡ് കൊണ്ട് 0 to 60 km/h 60 km/h വെലോസിറ്റിയിൽ അവിടെ എത്തി, 5 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, അങ്ങനെ വിചാരിക്കാം. രണ്ടാമത്തെ കാർ ബി 10 സെക്കൻഡ് കൊണ്ട് 0 to 60 km/h ഫൈനൽ പോയിന്റിൽ എത്തി. അപ്പോൾ ഇവിടെ രണ്ടിലും വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0യും ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 60 km/h ആണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി രണ്ട് കാറിലും, നമ്മൾ എടുത്തിരിക്കുന്നത് 2 കാറാണ്. ഒന്നാമത്തെ കാർ എന്ന് പറയുന്നത് കാർ എ, അതിന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നതും 60 km/h ആണ്. രണ്ടാമത്തെ കാർ എന്ന് പറയുന്നത് കാർ ബി, അതിന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നതും 60 km/h ആണ്. രണ്ടും സെയിം ആണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ടൈം ആണ്. അപ്പോൾ ടൈം മാറി. ഒന്നാമത്തെ കാർ 5 സെക്കൻഡ് കൊണ്ട് എത്തി, രണ്ടാമത്തെ കാർ എന്ന് പറയുന്നത് 10 സെക്കൻഡ് കൊണ്ട് എത്തി. അപ്പോൾ ഒന്നാമത്തെ കാറിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ 60/5 എന്ന് പറയുമ്പോൾ 12 m/s² ആണ്. അപ്പോൾ ഒന്നാമത്തെ കാറിന്റെ ആക്സിലറേഷൻ 12 m/s² ആണ്. രണ്ടാമത്തെ കാറിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി 60 തന്നെയാണ്. 60 ഡിവൈഡഡ് ബൈ അവിടെ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. 60 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്ന സമയത്ത് 6 m/s² ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒന്നാമത്തെ കാറിനാണ് ആക്സിലറേഷൻ കൂടുതൽ, അതുകൊണ്ട് അത് 5 സെക്കൻഡ് കൊണ്ട് എത്തി. രണ്ടാമത്തെ കാറിനാണ് ആക്സിലറേഷൻ കുറവ്, അപ്പോൾ അതിന് 10 സെക്കൻഡ് കൊണ്ട് എത്തി. അപ്പോൾ നിങ്ങൾക്ക് ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെറിവേഷൻസ് നോക്കാം.
അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ വെലോസിറ്റി, ടൈം, അതുപോലെ ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഓരോന്നും കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കുന്നു. ഇക്വേഷൻസ് ഓഫ് മോഷൻ അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം വെലോസിറ്റിയും ടൈമും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞതാണ് വെലോസിറ്റിയും ടൈമും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് v=u+at. ഇതിൽ v നമ്മൾ എപ്പോഴും v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു കാറ് മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ, അത് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ആദ്യ പ്രവേഗം. ഓക്കെ, പിന്നെ അത് അവസാനം നമ്മൾ കാർ സ്റ്റോപ്പ് ചെയ്യില്ലേ, സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലാണെന്നുണ്ടെങ്കിൽ അത്. അപ്പോൾ അതിൽ അവസാനത്തെ ആ ഒരു സമയത്തുള്ള വെലോസിറ്റി, അതാണ് ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ, ചില സമയത്ത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആകാം, കാരണം അത് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ഫൈനൽ വെലോസിറ്റി 0 ആവും, കാരണം അവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് നിർത്തുന്ന ആ ഒരു പോയിന്റ്. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് യുവും ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വിയും. ഓക്കെ, പിന്നെ ടൈം എന്ന് പറയുന്നത് എത്ര ദൂരം, എത്ര സമയം കൊണ്ട് അത് അവിടെ എത്തി, ആ ടൈം. ഓക്കെ, നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം എന്തെങ്കിലും ഒരു ബോഡി യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. അതായത് ആ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഈക്വൽ ഇൻ്റർവെൽസിൽ ഈക്വൽ വെലോസിറ്റി ആയിരിക്കും. അത് നോക്കണമെങ്കിൽ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി മൂവ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ വഴിയാണ്. ഓക്കെ, അതാണ് യൂണിഫോം. അപ്പോൾ ആ ഒരു ആക്സലറേഷനിൽ അത് മൂവ് ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ ഗ്രാഫ് നോക്കാം. അപ്പോൾ ഇതാണ് ഗ്രാഫ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസിൽ ടൈം ആയിരിക്കണം പ്ലോട്ട് ചെയ്യേണ്ടത്. ടൈമാണ് നമ്മളിവിടെ എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തേണ്ടത്. വൈ ആക്സിസിൽ എപ്പോഴും വെലോസിറ്റി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ നമ്മൾ വെലോസിറ്റിയും അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരയ്ക്കരുത്. നമ്മൾ കുറച്ച് മുകളിൽ നിന്ന് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഇതൊരു O ആണ് കേട്ടോ, ഒറിജിനൽ O ആണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ Oയിൽ നിന്ന് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. പോയിന്റ്സ് നമ്മളിവിടെ കുറച്ച് പോയിന്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ABCD O എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ Oയിൽ നിന്ന് A വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ടുള്ള U എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ടുള്ള U ആണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഈ Oയിൽ നിന്ന് അവസാനം V വരെയുള്ളതല്ലേ, ഈ Oയിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടം വരെ ഇവിടെയാണ് നമ്മുടെ ഗ്രാഫ് അവസാനിക്കുന്നത്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എത്തില്ലേ. അപ്പോൾ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഇത് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനൽ വെലോസിറ്റി എടുക്കുന്നു. അതാണ് V എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ V എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ Oയിൽ നിന്ന് മൊത്തം ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ V എന്ന് പറയുന്നത്. ഇതുവരെ U, ഇതുവരെ ഇത് മൊത്തത്തിൽ V ആയിട്ട് വിചാരിക്കുക, ഫൈനൽ വെലോസിറ്റി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെയുള്ളത് മാത്രം, അല്ല എന്നുണ്ടെങ്കിൽ ഈ Aയിൽ നിന്ന് ഇതുവരെയുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് മാത്രം എത്രയാണ് നമുക്ക് നോക്കണ്ടേ, ഇവിടെ നിന്ന് ഇതുവരെ ഇത് മാത്രം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ളത് U ആണെന്നറിയാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ, അത് എത്രയാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ സിയിൽ നിന്നും B വരെ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇത് മൊത്തത്തിൽ V ആണ്, ഇത് U ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും, V - U. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നോക്കാം. ഇപ്പോൾ ഇതിൽ ഈ ഗ്രാഫ് ടോട്ടൽ ഇവിടെ നിന്ന് ഇതുവരെ ഇതുണ്ട്, ഇവിടെ നിന്ന് ഇതുവരെ മൊത്തത്തിൽ 5 ആണെന്ന് വിചാരിക്കാം, 5 m/s ആണെന്ന് വിചാരിക്കാം. ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ നിന്ന് ഇതുവരെയുള്ളത് മാത്രം 2 m/s ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ എങ്ങനെ കണക്കാക്കാം, ഈ 5 - 2 എന്നല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ളതെന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ 3ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 5 എന്നുള്ളത് കിട്ടില്ലേ. അത്രയേ ഉള്ളൂ. അതേ കൺസെപ്റ്റാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, V - U എന്ന് പറഞ്ഞ് എഴുതുന്നു. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, V - U എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു. ഓക്കെ, അവിടെ നമ്മൾ V - U എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്ക് നമ്മൾ അവിടെ എഴുതുന്നു. അത്രയേ ഉള്ളൂ. V - U എന്ന് പറഞ്ഞിട്ട് നമ്മൾ
അവിടെ എഴുതുന്നു, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഗ്രാഫ് ക്ലിയർ ആയിരുന്നു വിചാരിക്കണം. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, നമുക്കറിയാം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസ് വെലോസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, നമുക്ക് ഏതൊരു ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസ് ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വൈ ആക്സിസ് എന്ന് പറയുന്നത് വെലോസിറ്റിയും എക്സ് ആക്സിസ് ടൈം ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആക്സിലറേഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വൈ ആക്സിസ് എന്ന് പറയുന്നത് ബി സി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ബി സി ആണ് നമ്മൾ എടുക്കുന്നത്. വൈ ആക്സിസ് എന്ന് പറയുന്നത് ബി സി. അതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്, എക്സ് ആക്സിൽ നമുക്കറിയാം ടൈമാണ്, ടി ആണ്. അപ്പോൾ നമ്മൾ ടി എഴുതും. നമുക്ക് വേണമെങ്കിൽ ടി മൈനസ് 0 എന്നൊന്നും ഇട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടി തന്നെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ബി സി ബൈ എ സി ആണ്. അപ്പോൾ ബി സി എന്ന് പറയുന്നത്, അപ്പം ഈ ബി സി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ബി സി എന്ന് പറയുന്നത് വി മൈനസ് യു ആണ്. അത് നമ്മൾ അതുപോലെ എഴുതി. എ സി എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ അതും അതുപോലെ എഴുതി. ഇപ്പോൾ വി മൈനസ് യു ബൈ ടി എന്ന് നമ്മൾ കിട്ടി. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ടീനെ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ടീനെ നമ്മൾ ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഡിനോമിനേറ്ററിൽ നിന്ന് അപ്പുറത്ത് കൊണ്ടുപോകുന്നു. നമുക്ക് എ ടി എന്ന് കിട്ടും. അപ്പോൾ എ ടി ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജസ്റ്റ് ഇപ്പുറത്തേക്ക് എഴുതുന്നു, അത്രയുള്ള വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ വി മൈനസ് യു നമുക്ക് ഇപ്പുറത്ത് എഴുതിയിട്ട് എ ടി നമ്മൾ അങ്ങനെ എഴുതുന്നു, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അത്ര പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ വി മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് നമുക്ക് കിട്ടിയല്ലോ. നമ്മൾ എന്നിട്ട് ഈ മൈനസ് യു ഉണ്ടല്ലോ, അത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. എപ്പോഴും മൈനസ് ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് സൈഡോ എവിടെയാണെന്നുണ്ടെങ്കിലും മൈനസ് ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ എവിടെയാണെന്നുണ്ടെങ്കിലും മൈനസ് ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഈ മൈനസ് യു ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് യു ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടി. ഇത്രയേ ഉള്ളൂ. വി ഈക്വൽ ടു എ ടി പ്ലസ് യു എന്ന് പറയുന്ന ഫൈനൽ ഇക്വേഷൻ കിട്ടി. ഇത്രയേ ഉള്ളൂ. നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് നമുക്കറിയാം ഫ്രം ദ ഗ്രാഫ് സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസ്. അപ്പോൾ ബി സി ബൈ എ സി എന്ന് എഴുതി. ബി സി എന്താണ്? വി മൈനസ് യു. എ സി എന്താണ്? ടി. അപ്പോൾ വി മൈനസ് യു ബൈ ടി എന്ന് നമ്മൾ എഴുതി. അപ്പോൾ എ ടി ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആ അപ്പോൾ എ ടി ഈക്വൽ ടു വി മൈനസ് യു നമ്മൾ എഴുതി. എന്നിട്ട് മൈനസ് യു അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ വി ഈക്വൽ ടു എ ടി പ്ലസ് യു എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, ഇനി ചില സ്കൂളിൽ ഈ യുവിന് പകരം V0 ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് V0 എന്ന് എടുക്കാറുണ്ട്. നമ്മൾ അത് അങ്ങനെയും എഴുതാം. ഓക്കെ, വി ഈക്വൽ ടു V0 പ്ലസ് എ ടി. ഓക്കെ, നമുക്കിനി അടുത്ത ഡെറിവേഷനിലോട്ട് പോകാം. അടുത്തതെന്ന് പറയുന്നത് പൊസിഷൻ ടൈം റിലേഷനാണ്. അപ്പോൾ നമുക്കറിയാം പൊസിഷൻ, നമുക്ക് നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബോഡി കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ നമ്മൾ യൂണിഫോം ആക്സിലറേഷനുള്ളൊരു ബോഡി മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. സെയിം സംഭവം തന്നെ, വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, ഇപ്പോൾ വി മൈനസ് യു ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള അതേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കണക്കാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ഗ്രാഫാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ഗ്രാഫാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഏരിയ അണ്ടർ ദി ഗ്രാഫ് നമുക്കിവിടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മളിവിടെ ഏരിയ, അതായത് അതിന് പരപ്പളം എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കി രണ്ട് ഷേപ്പ് കാണാൻ പറ്റും. ഇതൊരു ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ, ഇതൊരു ഷേപ്പ് എന്താണ്? റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ ഏരിയ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഇല്ല, റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇത് രണ്ടിൻ്റെയും ഏരിയ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു. ഇതിൽ ട്രയാങ്കിളിൻ്റെ ഒരു ഏരിയയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കൂടി നമുക്ക് രണ്ടും കൂടെ കാണുന്നു. ഇത് രണ്ടും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. നമുക്ക് അറിയാം. അപ്പോൾ നമുക്കത് ഇക്വേഷനിലൂടെ നോക്കുന്ന പോലെ മനസ്സിലാവും. എസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി സ്ക്വയർ, സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ എന്തായാലും കുഴപ്പമില്ല, പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, അത് എഴുതിയിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ എപ്പോഴും ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്?
ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്താണ്? ടി. ബ്രെഡ്ത്ത് എന്താണ്? യു. ഓക്കെ, അപ്പോൾ ഈ ടി ഇൻറ്റു യു നമ്മൾ അതുപോലെ എഴുതുന്നു, യു ടി എന്ന് പറഞ്ഞാൽ എഴുതുന്നു. ഓക്കെ, പ്ലസ് നമുക്കറിയാം ഒരു ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ലെങ്ത് എന്താണ് ഇവിടെ? ഈ ട്രയാങ്കിളുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വി മൈനസ് യു ആണ്. അത് അതുപോലെ എഴുതി. അതിൻ്റെ ബ്രെഡ്ത്ത് ടി. ഓക്കെ, അത് നമ്മൾ അതുപോലെ എഴുതി. ഇപ്പോൾ വി മൈനസ് യു ഇൻറ്റു ടി എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, അത് അതുപോലെ എടുക്കുക. നേരത്തെ പഠിച്ച ഇക്വേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ എന്താ പഠിച്ചത്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? അപ്പോൾ നമുക്ക് അറിയാം, എന്നിട്ട് ആ യുവിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി മൈനസ് യു ഈക്വൽ ടു എ ടി. അപ്പോൾ നമുക്കറിയാം വി മൈനസ് യു എന്ന് പറയുന്നത് എ ടിക്ക് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ വി മൈനസ് യു എന്ന് പറയുന്നത് എന്താണ്? എ ടിക്ക് ഈക്വലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വി മൈനസ് യുവിന് പകരം അവിടെ എന്ത് ചെയ്യാം? നമുക്ക് എ ടി എന്ന് പറയുന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യുവിന് പകരം നമ്മളവിടെ എ ടി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു. എ ടി ഇൻറ്റു ടി എന്ന് വരും. രണ്ട് ടി ഒരുപോലെ വന്ന് എന്താവും? ടി സ്ക്വയർ ആയിട്ട് മാറും. ഇപ്പോൾ ഒരേപോലെ രണ്ട് സാധനങ്ങൾ വന്നു വെച്ച് നമുക്കവിടെ അതിനെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. ഇപ്പോൾ ടി ഇൻറ്റു ടി വന്നാൽ ടി സ്ക്വയർ, എസ് ഇൻറ്റു എസ് വന്നാൽ എസ് സ്ക്വയർ, വി ഇൻറ്റു വി വന്നാൽ വി സ്ക്വയർ. ഇപ്പോൾ രണ്ടേലും രണ്ട് എന്താണ്? ടു സ്ക്വയർ. ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ഓക്കെ, അപ്പോൾ ടി ഇൻറ്റു ടി ടി സ്ക്വയർ. അപ്പോൾ അതേപോലെ ഒന്നും മാറ്റിയില്ല. എസ് ഈക്വൽ ടു നമുക്ക് റെക്ടാങ്കിളുടെ ഏരിയ യു ടി പ്ലസ് ട്രയാങ്കിളുടെ ഏരിയ ഹാഫ് എ ടി സ്ക്വയർ കിട്ടി. വി മൈനസ് യു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എ ടി കിട്ടിയത്. അത് നമ്മൾ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് നമ്മുടെ പൊസിഷൻ ടൈം റിലേഷൻ കിട്ടി. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യുക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? വി സീറോ എന്ന് എഴുതാം. അപ്പോൾ എസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഡെറിവേഷൻ നോക്കാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വെലോസിറ്റി പൊസിഷൻ റിലേഷൻ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ആണ് അടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ഗ്രാഫാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഏരിയ എങ്ങനെയായിരുന്നു? ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിച്ച് അതുപോലെ റെക്ടാങ്കിളുടെ ഏരിയ രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്തു. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഏരിയ. ഇതല്ലാതെ നമുക്ക് വേറൊരു ടൈപ്പ് ഏരിയ കൂടെ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഗ്രാഫ് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടതിൻ്റെ ഷേപ്പ് കണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്. രണ്ട് സൈഡ് പാരലലാണ്. രണ്ട് സൈഡ് പാരലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള സൈഡ്സാണ് രണ്ടെണ്ണം വരുന്നത്. പിന്നെ നോർമലായിട്ട് മൊത്തത്തിൽ 4 സൈഡ് ഉണ്ട്. 2 സൈഡ് പാരലാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ പറയുന്ന പേര് എന്ന് പറയുന്നത് ട്രപ്പീസിയം എന്നാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ളത് കറക്റ്റ് സ്ക്വയറോ റെക്ടാങ്കിൾ ഒന്നും അല്ല. പക്ഷെ 4 സൈഡ് ഉണ്ട്. 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാരലൽ ആണ്, സമാന്തരമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ പറയുന്ന പേര് ട്രപ്പീസിയം ആണ്. അപ്പോൾ ഈ ട്രപ്പീസിയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ സെപ്പറേറ്റ് വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അടുത്ത റിലേഷൻ കണ്ടുപിടിക്കുന്നു. ഒന്നുമില്ല, നമുക്കറിയാം ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ഗ്രാഫാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ സെപ്പറേറ്റ് കണ്ടിട്ട് നമ്മൾ ആ ഒരു ഈ ഗ്രാഫിൻ്റെ മുഴുവൻ ഏരിയ എന്ന് പറയുന്നത് ട്രപ്പീസിയം നിന്ന് കണ്ടുപിടിക്കുന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ട്രപ്പീസിയത്തിൻ്റെ കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രപ്പീസിയത്തിൻ്റെ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ അതിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ അത് കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച് ആണ്. എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച്. അപ്പോൾ എയും ബി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ 2 പാരലൽ സൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ പാരലൽ സൈഡ്സ് ഇല്ലേ, ഈ 2 പാരലൽ സൈഡ്സിൽ നമ്മൾ എയും ബിയും ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് എ ആയിട്ട് എടുക്കാം, അത് ബി ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ 2 പാരലൽ സൈഡ്സ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ എയും ബിയും. ഓക്കെ, ഇതാണ് എയും ബിയും എന്ന് പറയുന്നത്. ഇതാണ് എ ബി. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അറിയാലോ. ആ ഹൈറ്റാണ് നമ്മൾ എച്ച് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലെങ്ത് കേട്ടോ. ഒന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് എയും ബിയും എന്ന് പറയുന്നത് ഈ 2 ലെങ്ത്ത്, ഈ ഒരു ലെങ്ത് ഇല്ലേ, ഇതുമാണ് എയും ബിയുമായിട്ട് എടുക്കുന്നത്. എച്ച് എന്ന് പറയുന്നത് താഴത്തെ ലെങ്ത്ത്, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത്ത്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എച്ച് ആയിട്ട് എടുക്കുന്നത് ടി. അപ്പോൾ ഇവിടുത്തെ എച്ച് എന്ന് പറയുന്നത് ടി ആണ്. എയും ബിയും അതുപോലെ നമ്മളതങ്ങനെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത്ത് ടോട്ടലായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, വി ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത്ത് എന്താണ്, വി ആണ്. ഇത് രണ്ടും സെയിം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത്ത് അതാണ് വി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത്തോ യു. അപ്പോൾ നമ്മളത് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ഇതെന്താണ് എച്ച്, അതെന്താണ് ടി. നമ്മൾ അപ്ലൈ ചെയ്യുന്നു വി പ്ലസ് യു ബൈ ടി ഇൻറ്റു എച്ചിന് പകരം ടി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എ ഈക്വൽ ടു, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്താ ഇട്ടതില്ല, എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നല്ല നമ്മൾ ഫസ്റ്റ് ഇട്ടത്. എ ബി സി ബൈ എ സി എന്നൊക്കെ പറഞ്ഞ് ചെയ്തില്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് ടി കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ടി ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് ടി ആണ്. സോ നമ്മൾ ടി അവിടെ നിർത്തിയിട്ട് നമ്മൾ എയിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ എയിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ടി ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടീൻ്റെ വാല്യൂ കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക, ഈ ടീൻ്റെ വാല്യൂ ഇല്ലേ, ഇത് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ ടി, സോറി ബൈ വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടിക്ക് പകരം വി മൈനസ് യു ബൈ എ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വി പ്ലസ് യു ബൈ 2 ഇൻറ്റു വി മൈനസ് യു ബൈ എ എന്ന് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്, 10th പഠിച്ചിട്ടുണ്ടാകും, അല്ലാതെ നിങ്ങൾ പഠിക്കാം. ഒരു ഇക്വേഷനാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അങ്ങനെ ഒരു ഫോർമാറ്റിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള വാല്യൂ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ അതുപോലെയല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ എയ്ക്ക് വരെ എന്താ വന്നത് വി, ബിക്ക് വരെ എന്താ വന്നത് യു. അപ്പോൾ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താണ്, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആ രീതിക്ക് വന്നാൽ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്ത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അതേപോലെയാണ്, പക്ഷേ വേരിയബിൾസ് മാത്രമേ വ്യത്യാസമുള്ളൂ. വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്താണ്, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു നമ്മൾ എന്ത് എഴുതി, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. നമ്മൾ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് എസ് ഈക്വൽ ടു 1/2. ഈ 2a എവിടെ നിന്നൊന്നും മനസ്സിലായില്ലേ. നമ്മൾ ഈ 2ഉം എയും കൂടെ സെപ്പറേറ്റ് ചെയ്ത് ഇപ്പുറത്തോട്ട് എഴുതി. അതാണ് ഈ 2a എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എസ് ഈക്വൽ ടു 1/2a, നമ്മൾ ഇതിന് പകരം നമ്മൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് എഴുതി. എന്നിട്ട് ഈ 2a ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈ താഴെ ഡിവൈഡഡ് ബൈ കിടക്കുന്ന സാധനം ഇക്വേഷൻ്റെ അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് അത് നമുക്ക് മുകളിൽ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. ഓക്കെ. ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആകും, അത്രയേ ഉള്ളൂ. അപ്പോൾ 2a അപ്പുറത്തോട്ട് പോകുന്നു, 2as ആകും. 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. 2as പ്ലസ് യു സ്ക്വയർ ഈക്വൽ ടു, നമ്മൾ ഈ മൈനസ് യു സ്ക്വയർ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 2as പ്ലസ് യു സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ എന്ന് കിട്ടും. നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് കിട്ടും. ഓക്കെ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് v0 സ്ക്വയർ പ്ലസ് 2s എന്ന്. ഇതാണ് 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ 3 ഇക്വേഷൻ ഡെറിവേഷൻ മസ്റ്റായിട്ട് പഠിക്കുക. എന്തായാലും ചോദിക്കും. ഓക്കെ. ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യനാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പഠിക്കാം. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് എടുക്കണം, വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ.